അടുത്തതായിട്ട് നമ്മളെ അസസ് ചെയ്യേണ്ടത് നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി, അതായത് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം. അത് നമ്മൾ ഒരു ദിവസം എത്രത്തോളം ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള PCOS, ഡയബറ്റീസ് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ പ്രകാരം പറയുന്നത് ഒരു ആഴ്ചയിൽ 150 മിനിറ്റ് ആണ് പറയുന്നത്. ഒരാഴ്ചയിൽ 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 30 മിനിറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് നമുക്ക് 150 മിനിറ്റ് കവർ ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 2 ദിവസം റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എല്ലാ ആളുകൾക്കും ഡെയിലി അരമണിക്കൂർ കറക്റ്റ് ആയിട്ട് മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം തിരക്കിലുള്ള ആളുകൾ, ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കാണണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുക കിടക്കുക ചെയ്യുന്നതിന് പകരം ഫുഡ് കഴിച്ച ഉടനെ അല്ല 5 to 10 മിനിറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ വാക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് പോസ്റ്റ് മീൽ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ സ്പൈക്ക് അല്ലെങ്കിൽ ഇൻസുലിൻ സ്പൈക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതും അതുവഴി PCOS വരുന്നതിനൊക്കെ നിങ്ങൾക്ക് തടയാൻ പറ്റും. ഇനി ഒരു വ്യക്തിക്ക് ഈ 30 മിനിറ്റ്സ് എക്സസൈസും അതിന്റെ പുറമെ ഈ ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ ഇരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയ PCOS റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.